ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നമ്മുടെ ഹിന്ദു വിജ്ഞാനത്തെക്കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കുറച്ചു കാര്യങ്ങളെക്കുറിച്ച് അറിയാമെന്ന് ചില കുഞ്ഞുങ്ങൾ ചോദിക്കാറുണ്ട്. 2 നേരവും ഈശ്വരനാമം ജപിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ, അത് എന്തിനാണ് എന്ന്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇപ്രകാരമാണ്. പ്രകൃതി കോപം മുതലായ അത്യാപത്ത് കൂടാതെ നമ്മെ കാത്തുരക്ഷിക്കുന്നതിന് പ്രഭാതത്തിലും സർവത്ര ബഹളമയമായ പകൽ സമയം മുഴുവനും നിരഭായം രക്ഷിച്ചതിന് സായങ്കാലത്തും ഈശ്വരനാമം ഉച്ചരിക്കണം എന്നാണ് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുള്ളത്. ഉപകാരസ്മരണയില്ലായ്മ മനുഷ്യധർമ്മമല്ലല്ലോ. കണ്ണടച്ച കൈകൂപ്പി ഈശ്വരനെ വണങ്ങുന്നു നമ്മൾ. എന്തിനാണ് കണ്ണടയ്ക്കുന്നത്? എന്തിനാണ് കൈകൾ കൂപ്പുന്നത്? നമ്മുടെ മനസ്സിനെ ബാഹ്യപ്രേരണകളിലേക്ക് നയിക്കുന്ന നമ്മുടെ കണ്ണിനെ പ്രവർത്തനരഹിതമാക്കുവാൻ കണ്ണുകൾ അടയ്ക്കുന്നു. ഈശ്വരൻ ഒന്നേയുള്ളൂ എന്നും ലോകമെങ്ങും നിറഞ്ഞിരിക്കുന്ന പരമാത്മാവ് മാത്രമാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും തന്നിലും ഉള്ളതെന്നും ഭേദഭാവം പാടില്ല എന്നും ഉള്ളതിൻ്റെ പ്രതീകമാണ് ഈ കൂപ്പുകൈ. ഇനി വേദങ്ങൾ എത്ര എണ്ണമാണ്? വേദങ്ങൾ 4 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ് വേദങ്ങൾ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇനി വേദങ്ങളുടെ പൊതുവായ പേര് ചതുർവേദങ്ങൾ എന്നാണ്. വേദവ്യാസ മഹർഷിയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് കൃഷ്ണദ്വൈപായനൻ. കറുത്ത നിറമുള്ളതിനാൽ കൃഷ്ണനെന്നും പിന്നെ ദ്വീപിൽ ജനിക്കുകയാൽ ദ്വൈപായൻ എന്നും രണ്ടും ചേർന്ന് കൃഷ്ണദ്വൈപായൻ എന്നുമാണ് അദ്ദേഹത്തിന് പേരുണ്ടായത്. ഇനി ചതുരാനനൻ, ബ്രഹ്മാവിനെയാണ് ചതുരാനനൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് 4 മുഖമുള്ളത് കൊണ്ടാണ് ചതുരാനനൻ എന്ന പേര് ബ്രഹ്മദേവന് ലഭിച്ചത്. ഇനി ചതുരുപായങ്ങൾ എന്ന് പറഞ്ഞാൽ സാരം, ധാനം, ഭേദം, ദണ്ഡം എന്നാണ്. ചതുർത്ഥി എന്ന് പറഞ്ഞാൽ വാവ് കഴിഞ്ഞ് 4ാമത്തെ ദിവസമാണ് ചതുർത്ഥി വരുന്നത്. ഏതു ചതുർത്ഥിയാണ് പ്രധാനപ്പെട്ടത് എന്നാൽ ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ചതുർത്ഥിയാണ് വിനായക ചതുർത്ഥി. ഇത് ഗണപതി പൂജയ്ക്ക് അതിപ്രധാനമാണ്. ഇനി ചതുർദശകൾ ഏതെല്ലാമാണ്? ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഇവയാണ് ചതുർദശകൾ. ഇനി ചതുർദന്തൻ ആരാണെന്നറിയാമോ? ഐരാവതം. ഇന്ദ്രൻ്റെ വാഹനമായ ഐരാവതം. 4 കൊമ്പുള്ളതിനാൽ ഐരാവതത്തിനെ ചതുർദന്തൻ എന്ന് പറയുന്നു. ഇനി ചതുരാശ്രമങ്ങൾ ഏതെല്ലാമാണ് എന്ന് നോക്കാം. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇവയാണ് ചതുരാശ്രമങ്ങൾ. ഇനി ചതുർഭുജൻ എന്നത് ആരുടെ പേരാണ്? ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ പേരാണ് ചതുർഭുജൻ എന്നത്. അതേപോലെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 4 പര്യായ പദങ്ങളാണ് പത്മനാഭൻ, കേശവൻ, മാധവൻ, വാസുദേവൻ. നമ്മുടെ ഹിന്ദു മതം എന്ന് പറയുന്നതിൻ്റെ പൗരാണികമായ നാമം സനാതന മതം, വേദാന്ത മതം എന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ.